എല്ലാവർക്കും നമസ്കാരം. യുകെയിലെ മലയാളി സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഒരു വിഷയത്തെയാണ്. ILR നിയമങ്ങളിലെ നിർണായക മാറ്റങ്ങൾ. യുകെയിൽ ഇനി സ്ഥിരതാമസമാക്കാൻ കഴിയുമോ? 10 വർഷം വർക്ക് വിസയിൽ തുടരേണ്ടി വരുമോ? എന്നിങ്ങനെ അനിശ്ചിതത്വവും ആശങ്കയും പ്രവാസികൾക്കിടയിൽ ശക്തമാണ്. ഈ ചോദ്യങ്ങൾക്ക് ഇടെയാണ് UK ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ഹൗസ് ഓഫ് ലോർഡ്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായി സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നയങ്ങളെ വിശദീകരിക്കുകയും അവയെ ശക്തമായി ന്യായീകരിക്കുകയും ചെയ്തത്. സോഷ്യൽ മീഡിയയിലെ റീലുകളിലും പ്രചാരണങ്ങളിലും കാണുന്നതിന് അപ്പുറം ആ ഹിയറിംഗിൽ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത്? സർക്കാരിന്റെ നിലപാട് എന്താണ്? ഈ മാറ്റങ്ങൾ യുകെയിലെ പ്രവാസികളുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. യുകെയിലെ ഹൗസ് ഓഫ് ലോർഡ്സും ഹോം അഫയേഴ്സ് കമ്മിറ്റിയും ചേർന്ന് പുതിയ ILR നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ശുപാർശ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് നൽകിയിരുന്നു. ഇതിന് സർക്കാരിന്റെ മറുപടി നൽകാനാണ് ഹോം സെക്രട്ടറി കമ്മിറ്റിക്ക് മുന്നിലെത്തിയത്. പുതിയ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ചുള്ള കമ്മിറ്റിയുടെ ശുപാർശകൾക്ക് സർക്കാരിന്റെ നിലപാട് വിശദീകരിക്കുകയും കർശനമായ കുടിയേറ്റ നയങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ഹോം സെക്രട്ടറിയുടെ പ്രധാന വാദം ഇതായിരുന്നു: ILR എന്നത് ഒരു ആജീവനാന്ത ആനുകൂല്യമാണ്. അതിനാൽ അത് അനുവദിക്കുമ്പോൾ രാജ്യത്തിന് ഉണ്ടാകുന്ന ദീർഘകാല സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ സർക്കാർ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ആദ്യം ഹോം സെക്രട്ടറിയുടെ ആ വാദം നമുക്ക് നേരിട്ട് കേൾക്കാം. Leave to remain is a lifelong benefit. It isn't a short-term benefit or a status that you receive for 5 years or 10 years or 20 years or until you become a pensioner. It is a lifelong benefit. I don't think it's unreasonable to look at a lifetime cost of a status that is conferred for a lifetime. So I would just challenge that underlying assumption. കേട്ടല്ലോ, കഴിഞ്ഞ 4 വർഷത്തിനിടെ യുകെയിലേക്കുള്ള കുടിയേറ്റം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അതിന്റെ പശ്ചാത്തലത്തിൽ പൊതുനയങ്ങളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടായെന്നും ഹോം സെക്രട്ടറി വ്യക്തമാക്കി. എന്നാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ പഴയ നിയമപ്രകാരമാണ് യുകെയിൽ എത്തിയത്, അപ്പോൾ ഞങ്ങളെ പുതിയ നിയമം ബാധിക്കുമോ? അതിന് ഹോം സെക്രട്ടറി നൽകിയ മറുപടി വളരെ വ്യക്തവും കർശനവുമായിരുന്നു. ഒരാൾ യുകെയിലെത്തിയ സമയത്ത് നിലവിലുണ്ടായിരുന്ന നിയമമല്ല, മറിച്ച് ILRന് അപേക്ഷിക്കുന്ന സമയത്ത് നിലവിലുള്ള നിയമങ്ങളായിരിക്കും ബാധകമാകുക എന്നാണ് അവർ വ്യക്തമാക്കിയത്. ആ നിർണായക മറുപടി നമുക്കൊന്ന് നേരിട്ട് കേൾക്കാം. That this is retrospectivity in the usual understood way of things. It has been settled case law for some years that the rules that apply to an application, the immigration rules that apply, are the rules in force at the point of the application, not at point of arrival in the country. It has been settled law for some time. I think if a government wasn't allowed to pull a lever to impact on people currently in the system, that would be a very big change and would drive a coach and horses through a government's legitimate ability to control the border. So I think what I've been saying to colleagues who have concerns in this area, of course we're consulting on transitional arrangements. Yes. And that's we've received a lot of consultation responses on what the transitional arrangements should look like. What you're not asking for is no retrospectivity. What you're saying is have an exemption or special treatment of particular cohorts of people that are in the system at the moment, which is fair enough because governments also sometimes provide exemptions or bespoke new routes as well, and we received consultation responses on all of those, but I don't accept the retrospectivity point because that would fly in the face of settled case law in this area that has tested what it means to have both a legitimate expectation and also what a government's powers are when it comes to changing immigration rules and how they should be considered. യുകെയിലെ നെറ്റ് മൈഗ്രേഷൻ നിരക്കുകൾ ഇപ്പോൾ തന്നെ കുറഞ്ഞു വരികയാണെന്നും പിന്നെ എന്തിനാണ് ഇത്രയും കടുത്ത നടപടികൾ എന്നും ഹൗസ് ഓഫ് ലോർഡ്സിലെ ചില അംഗങ്ങൾ ചോദിച്ചു. എന്നാൽ ആകെ എത്തുന്നവരുടെ എണ്ണം ഇപ്പോഴും വളരെ ഉയർന്നതാണെന്നാണ് കമ്മിറ്റിയിലെ മറ്റു ചില അംഗങ്ങൾ വാദിച്ചത്. പക്ഷേ പ്രവാസികളായ നമ്മൾ ഈ കണക്കുകളെ കൃത്യമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. യുകെയിൽ എത്തിയവരിൽ 36% ആളുകൾ വിദ്യാർത്ഥികളാണ്. ഇവർ സാധാരണ നിരക്കിനേക്കാൾ ഇരട്ടിയിലധികം ഫീസും മറ്റ് ഇമിഗ്രേഷൻ ഫീസുകളും നൽകി UK സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയ സംഭാവന നൽകുന്നവരാണ്. അതുപോലെ 18% ആളുകൾ വർക്ക് വിസയിൽ ഉള്ളവരാണ്. ഇതിൽ പകുതിയിലധികം ആളുകളുടെ ശരാശരി ശമ്പളം
£56,400 മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ വലിയ തോതിൽ നികുതിയിൽ രാജ്യത്തിന് സംഭാവന നൽകുന്നുണ്ട്. ബാക്കിയുള്ളവരിൽ 14% തിരികെ എത്തിയ ബ്രിട്ടീഷ് പൗരന്മാരുമാണ്. അതുകൊണ്ട് കുടിയേറ്റക്കാർ UK-ക്ക് ഒരു ബാധ്യതയാണെന്ന വാദത്തിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. We started that process looking at the lack of trust in the immigration system, and we believe quite strongly that the scale which you have referenced is so enormous, and the pressures on our welfare system and our public services in general has been so extraordinary, and in fact it started well before this particular cohort. To be perfectly honest, public services back in the 80s were far superior to now. You know, that saying that immigration has plummeted or the problem solved, it's not, because all we're talking about is net figures. The gross figures, which were the ones, if we take to March 26, there was 813,000 people come into this country. Now that included boat people and so on. That is a colossal number of people. Now what we don't know is what their economic status and demand for public services is via the 643,000 people who left. So the net figure is totally misleading. It doesn't tell you anything about the demands on public services or the economic status of the people who have arrived. But to say that it's sorted, I mean, they used to say that the first thing a politician should learn is to know how to count. And we don't know how to count in this country and haven't done. ഈ 1.5 മണിക്കൂറോളം നീണ്ട ഹിയറിംഗിൽ UK-യിലെ സാധാരണക്കാരായ കുടിയേറ്റക്കാരെ ബാധിക്കുന്ന വളരെ നിർണായകമായ ചില കാര്യങ്ങൾ നിർഭാഗ്യവശാൽ ചർച്ച ചെയ്യപ്പെടാതെ പോയി. അവ നമുക്ക് പരിശോധിക്കാം. ഇതിൽ ഒന്നാമത് ILR ലഭിക്കാനുള്ള വർഷങ്ങൾ 5-ൽ നിന്ന് വർദ്ധിപ്പിക്കുന്നതിന് പകരം ഗവൺമെന്റ് നൽകുന്ന വെൽഫെയർ ബെനിഫിറ്റുകൾ ലഭിക്കാനുള്ള കാലാവധി നീട്ടുകയായിരുന്നു വേണ്ടത് എന്നതാണ്. കാരണം ഇവിടെ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം പ്രവാസികൾക്കും ഈ ബെനിഫിറ്റുകളോട് താല്പര്യമില്ല. അവർ നല്ലൊരു കരിയറും ജീവിതവുമാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ILR ലഭിക്കാനുള്ള കാലാവധി നീട്ടുമ്പോൾ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുന്നതാണ്. ഉയർന്ന വിസ ഫീസും IHS തുകയും പല തവണ നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാകും. മൂന്നാമത്തേത് ചർച്ചയിൽ പരാമർശിക്കാത്ത ഒരു വിഷയമാണ്. നിലവിൽ വർക്ക് വിസയിലുള്ള ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ പുതിയ സ്പോൺസർഷിപ്പ് കണ്ടെത്താൻ വെറും 60 ദിവസം മാത്രമാണ് ലഭിക്കുന്നത്. വർഷങ്ങളോളം നികുതി അടച്ച ഒരാൾക്ക് പെട്ടെന്ന് ജോലി പോയാൽ കൂടുതൽ സമയം അനുവദിക്കേണ്ടതുണ്ട്. ജർമ്മനിയിൽ ഇത് 6 മുതൽ 12 മാസം വരെയാണ്. എന്നാൽ ഈ സുപ്രധാന വിഷയത്തെക്കുറിച്ച് ചർച്ചയിൽ ഒരു പരാമർശവും ഉണ്ടായില്ല. അപ്പോൾ ഇനി എന്താണ് അടുത്ത ഘട്ടം? പുതിയ ILR നിയമങ്ങളെ കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ലഭിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും UK സർക്കാർ ഇപ്പോൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ കൺസൾട്ടേഷൻ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം അന്തിമ റിപ്പോർട്ടും പുതിയ ILR നിയമങ്ങളുടെ രൂപരേഖയും ഈ വർഷം ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തോടെ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ UK-യിൽ വിവിധ വിസകളിലുള്ളവർക്ക് എന്തെങ്കിലും ഇളവുകളോ ട്രാൻസിഷൻ ക്രമീകരണങ്ങളോ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തമായ ചിത്രം ലഭിക്കുക ആ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും. അതുകൊണ്ട് നിയമങ്ങൾ കൂടുതൽ കർശനമാകുമെന്ന സൂചനകൾ വ്യക്തമാണെങ്കിലും നിലവിലുള്ള വിസ ഉടമകളെ അത് എങ്ങനെ ബാധിക്കും എന്നതിൽ ഇപ്പോൾ അന്തിമ നിഗമനത്തിലെത്താൻ കഴിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന അപ്ഡേറ്റുകളും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും ബിലാത്തി വാർത്തകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശദമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി uknewsmalayalam.com സന്ദർശിക്കുക. സ്റ്റേ ട്യൂൺഡ്. കാണാം അടുത്ത എപ്പിസോഡിൽ.